ഈ കാണുന്നത് എൻ്റെ വീടാണ്. ഞാൻ ഈ വീട് വാങ്ങിച്ചിട്ട് ഒരു 4 മാസം ആവുന്നുള്ളൂ. എന്നാൽ താമസിച്ചേക്കുന്ന ഒരു മാസത്തിൽ കൂടുതൽ താമസിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. അതുകൊണ്ട് വാങ്ങിച്ചൊരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നാളിവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ടിലെ ഈ ബുഷസൊക്കെ ക്ലിയർ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു ലോണൊക്കെ വെക്കണം. അതാണ് താല്പര്യം. അതുപോലെ ബാക്കിലുള്ള ആ ബുഷസ് എല്ലാം പറ്റുമെങ്കിൽ ഈ ട്രീ ഒരു പക്ഷേ നിർത്തിയേക്കും. ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് മാറ്റണം. എന്നിട്ട് ലോണാക്കണം. ഏതാണ്ട് ഇതുപോലെ ഓപ്പണായിട്ട് നിൽക്കുമ്പോഴാണ് കുറേ കൂടെ വീടിന് കാണാനായിട്ട് ഭംഗിയുള്ളത്. അപ്പം ആ രീതിയിൽ അത് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഭാഗം ഒരു കോമൺ ആയിട്ടുള്ള ഭാഗമാണ്. ഇതും നമ്മുടെ മുമ്പിലുള്ള ഈ ഭാഗം നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത്രയും ഭാഗം, ഇത്രയും ആ സൈഡും ഇത്രയും ഭാഗം നമ്മൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, ഞങ്ങൾ 3 മാസം ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇവിടെ പുല്ലൊക്കെ ഭയങ്കരമായിട്ട് വളർന്ന് പൊങ്ങി വന്നു. ആ സമയത്ത് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി മാനേജ്മെൻ്റ് ഒക്കെ നോക്കുന്നത്. അങ്ങനെ ആ കമ്പനിയായിട്ട് ഈ ആദ്യം ബുഷസ് വളർന്നു കഴിയുമ്പോൾ അവർ തന്നെ ഏതെങ്കിലും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോൺ മൂവേഴ്സിനെ കൊണ്ട് അത് ക്ലിയർ ചെയ്യിക്കും. അതാണ് പതിവ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഫൈനൊക്കെ വന്നു. അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ ട്രീസിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ ട്രീസ് എല്ലാം ഒന്നുപോലും ഫ്രൂട്ട് ട്രീസ് അല്ല. എല്ലാം തണൽ മരങ്ങളാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഹൈലി ഓക്സിജനേറ്റിംഗ് ട്രീസാണ്. അതാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. നല്ല ശുദ്ധവായു ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഒരു ഫ്രൂട്ട് ട്രീസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വേസ്റ്റ് താഴെ കിടക്കാനും അല്ലെങ്കിൽ കുട്ടികളൊക്കെ അതുമേൽ കല്ലെറിയുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുമെന്ന് തോന്നുന്നു. ഫ്രൂട്ട് ട്രീസിനെ ഒട്ടും ഇവിടെ എൻകറേജ് ചെയ്യും. നമ്മുടെ ബാക്ക് യാർഡിൽ നമുക്ക് ഫ്രൂട്ട് ട്രീസൊക്കെ നടാം, ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. എന്നാൽ പബ്ലിക് ഏരിയയിലെല്ലാം, കോമൺ ഏരിയയിലെല്ലാം ഈ രീതിയിൽ ഉള്ള ട്രീസ് ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത്. നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണിത്. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള വീടാണ്. ചിലർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, ചിലർ അത്രയും കെയർ കൊടുക്കില്ല. നല്ല ജനറലി എല്ലാവരും ഇങ്ങനത്തെ അപ്കീപ്പിൽ വളരെയധികം ശ്രദ്ധയുള്ളവരാണ്. ആ രീതിയിലായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് വന്നുള്ള ഫൈനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളേതായാലും ഒരു റിക്വസ്റ്റൊക്കെ ഫൈൻ വേവ് ചെയ്ത് തരാൻ സാധിക്കുമെന്നൊക്കെ അറിയാനൊരു റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഏരിയ താമസിക്കുന്നത്, സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും വേവ് ചെയ്ത് തന്നേക്കും. വേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. അവിടെ ഒരു മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ കൂടെ അവിടെ നിന്നൊരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയാൽ ഹൈവേയിലെത്തും. ഹൈവേയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട് ഫുള്ളായിട്ട് ഇൻറ്റേർണലിയൊക്കെ കാണിക്കണമെന്നുണ്ട്. അതൊരു മറ്റൊരു സ്ഥലത്ത് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയി വന്നേ ഉള്ളൂ. അപ്പം എല്ലാം ഒന്ന് ഓർഡറിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി അകത്തോട്ട് കാണുന്നുണ്ടല്ലോ, അതിലെയാണ് നമ്മുടെ ബാക്ക് യാർഡിലോട്ട് പോകാനുള്ള സൗകര്യം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, നമുക്ക് ബാക്ക് യാർഡിൽ പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ടാണ് നമ്മുടെ പോസ്റ്റ് ബോക്സാണ്. നമുക്കുള്ള പോസ്റ്റ് ഇവിടുത്തെ US മെയിൽ പോസ്റ്റ്. അത് അവർ എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 ഉണ്ട്. ഈ പോസ്റ്റൽ സർവീസ് ഇപ്പോഴും US വളരെ ആക്റ്റീവാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ ഡിജിറ്റൽ വേൾഡിലും ഇപ്പോഴും ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നല്ല ശതമാനം ലെറ്ററുകളും നമുക്ക് ആവശ്യമില്ലാത്ത ലെറ്ററുകളാണ് വരുന്നത്. എല്ലാം പ്രൊമോഷൻ ലെറ്റേഴ്സാണ് കൂടുതലും. നല്ല ശതമാനം എടുത്ത് ചവറ്റുകുട്ടിയിലിടെയാണ് സാധാരണ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഇതൊരു പുതിയ സംരംഭമാണ്. ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഫിസിക്കലി വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്. ഞാനിവിടെ വന്നിട്ട് അധികം വർഷങ്ങളായില്ല. നിങ്ങൾ പലരുടെയൊക്കെ ചാനൽസ് കണ്ടിട്ടുണ്ടാവും, മലയാളികളുടെ. അവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവരാണ്. ഞാൻ പുതിയ ഒരാളാണ്. അപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുമുണ്ട് ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് അതേ സ്ട്രെങ്ത്തിൽ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തേക്ക് വിട പറയുന്നു. ജോൺ സാമുവൽ.